ഇവരിങ്ങനെ പേടിച്ചാലോ? ഭായി ഞാനുണ്ട്, ആദ്യം എന്നെ വിശ്വസിക്ക്. എടാ, വിശ്വാസക്കേടിന്റെ പ്രശ്നം അല്ലിത്. പിന്നെ ഇവരെവിടെ ചെന്നാലും അവിടെയൊക്കെ പ്രശ്നങ്ങളാണ്. ജിത്തുലാലിനെ മാത്രം പേടിച്ചിട്ടല്ല ഞാനിത് പറയുന്നത്. ഹോസ്റ്റലിൽ നിന്നും പുറത്താക്കി, വീട്ടിലും ഇപ്പൊ ചെല്ലാൻ പറ്റാത്ത അവസ്ഥയാ. എല്ലാം ഒന്ന് ആറി തണുക്കുന്നത് വരെ ഇവരിവിടെ ഒന്ന് മാറി നിൽക്കട്ടെ. നമുക്ക് ഉടനെ എങ്ങോട്ടെങ്കിലും പോയേ പറ്റൂ. പോണോ? പോവാം, പക്ഷെ ഒളിച്ചോട്ടല്ല, ഒരു പ്ലഷർ ട്രിപ്പ്. എന്താടാ? ഓക്കെ ഓക്കെ, സമ്മതിച്ചു. പക്ഷെ എവിടേക്കാ? നെല്ലിയാമ്പതി. എന്റെ ഫ്രണ്ടിന് അവിടെ ഒരു എസ്റ്റേറ്റ് ഉണ്ട്. ചുറ്റും കാടാ. ഹണ്ടിങ്ങും സ്വിമ്മിങ്ങും ട്രെക്കിങ്ങും ഒക്കെ ആയിട്ട് ഒരാഴ്ചത്തെ ഒരു അടിച്ചുപൊളി. അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ എന്റെ കാറിൽ പോവാം. ഏയ്, കാറും ട്രെയിനൊന്നും വേണ്ട. നോ ലക്ഷറീസ്. ഓടുന്നതിന്റെ സുഖം കിട്ടണമെങ്കിലേ കാല് മണ്ണി തൊടണം. 3 റോസിന് ഒബ്ജക്ഷൻ വല്ലതും ഉണ്ടോ? നോ ഒബ്ജക്ഷൻ, വി ആർ റെഡി. ശരി, എങ്കിൽ ഇന്ന് തന്നെ പുറപ്പെട്ടുള്ളേ. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് നമ്മൾ മല കയറുന്നു. ഓക്കെ? ഓക്കെ, ബസ് സ്റ്റാൻഡിൽ വെച്ച് കാണാം. വാ. കുഴപ്പം വല്ലതും ഉണ്ടാകും? എന്ത് കുഴപ്പം? നീ കുഴപ്പമൊന്നും ഉണ്ടാക്കാതിരുന്നാ മതി. എടാ മോനെ ജിത്തു, കിട്ടിയടാ നമ്മളെ A1 3 റോസസ്. നീ കാട്ടിലേക്ക് വരാൻ റെഡി ആയിക്കോ. ശരി, ഓക്കെ, ഞാൻ എത്തിക്കൊള്ളടാ. ഓക്കെ. വണ്ടി ഒരു ജീപ്പിലിടിച്ചു. അയ്യോ, ആ ജീപ്പിന്റെ ഒരു പൊടി പോലും കിട്ടില്ല. അയ്യോ, ഇനിയിപ്പോ ഉടനെ ഒന്നും വണ്ടി നീങ്ങും തോന്നുന്നില്ല. ഇരുട്ടിയാപ്പനെ മല കയറാൻ പാടാ. നിങ്ങൾ എന്റെ ബാഗ് കൂടി എടുത്തോണേ. ഇനി എന്താ വഴി ഉണ്ടാക്കാം, നീ വാ. നമ്മൾ എന്തിനിപ്പോ അവിടുന്ന് ഓടിപ്പോന്നെ? ഭയങ്കര ബോറായി പോയി. മനുഷ്യരായി കുറച്ച് ദയൊക്കെ വേണം. റോഡ് ആവുമ്പോ ആക്സിഡന്റ് ഉണ്ടായെന്ന് ആളുകൾ മരിച്ചു നോക്കി ഇരിക്കും. അവിടെ പട്ടാളവും പോലീസും ഒക്കെ വന്നാൽ നിങ്ങൾക്ക് ആകെ പ്രശ്നമാവില്ലേ? എത്ര പേരവിടെ മരിച്ചിട്ടുണ്ടാവുമോ എന്തോ. എന്ത് വലിയ കൊക്കയായിരുന്നു അത്. മരിച്ചവര് മരിച്ചു, അവിടെ നമ്മൾ നിന്നിട്ട് എന്ത് ചെയ്യാനാ? അതൊക്കെ പോട്ടെ, ഇനിയിപ്പോ നമ്മൾ എങ്ങനെ അവിടെ എത്തുന്നുള്ള കാര്യം ആലോചിക്കും. നമുക്ക് നടക്കാന്നേ. വല്ല കാളവണ്ടിയെങ്കിലും കിട്ടുമെന്ന് നോക്കാം. വാ, നടക്കും. ഹലോ, ഓയ് ചേട്ടാ, വണ്ടി അണ്ണാ, ഞങ്ങൾക്കൊരു ഇല്ലണ്ണാ, ഒരു ലിഫ്റ്റ് വേണം. എന്നാ അണ്ണാ? ലിഫ്റ്റ് എന്നാ ലിഫ്റ്റ്? അണ്ണാ, എന്നാ ഞങ്ങക്ക് നെല്ലിയാമ്പതി വരെ ഒന്ന് പോണം. ഒരു ലിഫ്റ്റ് തരുമോ? നെല്ലിയാമ്പതി വരേക്ക് പൊതുമാ? ശരി, പിന്നാടി ഇറങ്ങും. താങ്ക്സ് അമ്മ. താങ്ക്സ് എല്ലാം വേണ, 100 രൂപ വേണം. ഓ, തരാം. ഏറ് പിന്നാടി ഏറ്. ഇതെന്താ സഞ്ചരിക്കുന്ന മാർക്കറ്റോ? ഇവിടെ ഇരിക്കും. പോലാമാ? എന്നാ? ഹലോ, ഞാനാ. താങ്ക് യു. ഇതേതാ ഈ കുരിശ്? இன்னைக்கு லாஸ்ட் பஸ் ஆக்சிடென்ட். இனி இன்னைக்கு வண்டியே கிடையாது. பாவம் ஏறட்டும். താങ്ക് യു. சார் கொஞ்சம் சீக்கிரம் ஏறுங்க. ഇയാൾ കയറിയിട്ട് വണ്ടി പോയത് തന്നെ. ഇയാൾ എന്താ ഈ കാണിക്കുന്നത്? ഒന്ന് ഹെൽപ്പ് വേണ്ട തമ്പി. ഓ, സോറി, ഞാൻ ബ്രാൻഡ് മാറിപ്പോയി. അതാ ഈ താളം തെറ്റേ. നാട്ടുണ്ടോ?
എക്സ്പ്രഷൻ കണ്ടപ്പോ മനസ്സിലായി. ഇതേ നാടൻ മാറ്റാ. ഫോറിൻ ട്രൈ ചെയ്ത് കിട്ടിയില്ല. ട്രൈ ഓ വേണ്ടേ ഒരിക്കലും മറക്കില്ല കേട്ടാ. സോറി 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 സോറി. ഐ എം റാം, രഘു റാം. പേടിക്കണ്ട, ഞാനും മലയാളിയാണ്. വി ആർ ഓൾ മലയാളീസ്. എന്താ പരിചയപ്പെടണ്ടേ? വേണ്ട. അതെ ഇയാൾക്ക് വേറെ ഒരു സ്ഥലവും കണ്ടില്ലിരിക്കാൻ. ഇല്ല നീ സത്യമായിട്ടും ഇല്ല. അല്ല ഇവിടെ ഇരുന്ന എന്താ സംഭവിക്കാന്ന് അറിയണല്ലോ. അങ്ങോട്ട് പോയിരുന്നേ. അതെ ഒന്നും സംഭവിക്കണ്ട. ചേട്ടൻ അങ്ങോട്ട് മാറിയിരുന്നേ. ശരി, ഞാൻ ഇറങ്ങിയേക്കാം. അതാ നല്ലത്. നമുക്കെന്താ പ്രോബ്ലം? പക്ഷേ എനിക്ക് ഇത് തീർക്കാൻ നിന്റെ വണ്ടിയുടെ ആവശ്യമൊന്നും ഇല്ലടേ. என்ன சார் இப்படி எல்லாம் சின்ன பசங்க மாதிரி சார் வந்து ஃப்ரெண்ட்லயே உட்காருங்க. അത് ഞാൻ നീ എൻ നൻപൻ. ഉൻ പേരെന്ന? என் பேரா சீரவேலு பாண்டியன். ഞാൻ ഉന്നെ തീരുന്നേ വിളിക്കും. ஆமா சார் സമ്മതിച്ചോ? സമ്മതിച്ചു. എടാ ഇങ്ങനെ കുടിക്കാതെ കൂമ്പ് പാടിപ്പോവും. എടാ ഈ കൂമ്പെന്നൊക്കെ പറഞ്ഞ അവന് മനസ്സിലാവൂ? മനസ്സിലാവും സാർ. എനിക്ക് வந்து சின்ன வயசுலயே கூம்பு வாடி போச்சு. എനിക്ക് ഈ കള്ളുകൂടിയന്മാരുടെ കൂടെ ശരിയാവില്ല. വേണങ്ങല്ലേ പെങ്ങളെ. ഇത് ഫിനിഷ് ചെയ്തിട്ട് ഉടനെ വിട്ടെ. ഇത് ഫിനിഷ് ആണാ ഞാനും റെഡി. രണ്ടുപേരും റെഡിയാകുമ്പോഴേക്കും ഞങ്ങൾ നടന്നെത്തിക്കോളാം. അപ്പഴേ ചേട്ടാ ഈ ചെക്ക് പോസ്റ്റ് മാറ്റിക്കാൻ ഞങ്ങൾ ഇറങ്ങട്ടെ. നിക്ക് നിക്ക്, എല്ലാത്തിനും ഒരു പൊൻ വഴിയില്ലേ പെങ്ങളെ. എടാ ശരി, നീ വണ്ടി എടുക്കണം. ബാക്കി നമുക്ക് എന്തോ ഇത്? വണ്ടി എടുക്കണ്ട കീഴുകുട്ടാ. റെഡി തലവരെ. വണ്ടിക്ക് ഏതോ ചിന്ന പ്രോബ്ലം. ഒരു നിമിഷം. എന്നാ ചെയ്തു? എന്നെ പ്രോബ്ലം இல்ல தலைவா, ஒரு சின்ன ப்ராப்ளம். இப்ப சரி பண்ணிடலாம். ஏதாவது ஹெல்ப் வேணுமா? தலைவரே நான் தனியே பண்ணிடலாம். நான் சரி பண்ணிடலாம். നീ ശരി പണിയില്ലേ? എനിക്ക് കുഴപ്പമില്ല. അതെ ഇയാൾക്കൊരു കുഴപ്പമുണ്ടാവില്ല. ഇയാൾ വെള്ളം അടിച്ച് ഊര് തണ്ടാൻ ഇറങ്ങിയിരിക്കല്ലേ. ചേട്ടാ ഇത് വലിയ കൂടാലിയായല്ലോ. എനിക്കൊന്നും പറയാനും പാടില്ലേ? അല്ലെ അറിയാണ്ട് ചോദിക്കുക. നിങ്ങൾ മനഃപൂർവ്വം അടക്കാൻ അറിയിരിക്കുക. ലുക്ക് ഗേൾസ്, ഞാനൊരു വേദനിക്കുന്ന മദ്യപാനിയാണ്. നിങ്ങളായിട്ട് എന്റെ വേദന കൂട്ടരുത് പ്ലീസ്. അണ്ണാ ഇതുപോലെ നടക്കോ? இல்ல தம்பி, நாளை காலையில மெக்கானிக் வர வேணும். എന്താ പറഞ്ഞേ? നാളെ രാവിലെ മെക്കാനിക്ക് വരാതെ ഈ വണ്ടി ഇവിടെ നിന്ന് ഒരു അടി മുമ്പോട്ട് പോവില്ല എന്നാണ് അതിന്റെ തമിഴ്, അല്ല മലയാളം. ഇനിയിപ്പോ എന്ത് ചെയ്യും? ஒரு வேலை பண்ணலாமே. ഇന്ന് നൈറ്റ് നമ്മ ലോറിയിലെ തൂങ്ങലാമേ. അയ്യോ ലോറിയിലോ? ഇവിടെ വേറെ വല്ല സ്ഥലവും കിട്ടുമോ? കിട്ടുമല്ലോ. എത്ര ഏക്കർ എടുക്കും? ഇയാളെ കൊണ്ട് വലിയ ശല്യമായല്ലോ. ഇവിടെ കിടക്കാൻ വേറെ വല്ല സ്ഥലവും കിട്ടുമോ? வேற இடமா? இங்க பக்கத்துல ஒரு பங்களா இருக்கு. அங்க பாஸ்கர்னு ஒரு வாட்ச்மேன் இருக்கு. அவன் என் ஃப்ரெண்டு. அவங்கிட்ட போய் என் பேரு சொன்னா போதும். അപ്പോ ഉൻ പേരെന്നാ? என் பேரு சீரு. ചേരു ചേരു. ரொம்ப தேங்க்ஸ் அண்ணா. தலைவரே நீங்க எங்க போற? ഞാൻ അവരുടെ കൂടെ പോറേൻ. இன்னைக்கு இந்த லோரியில நமக்கு சேர்ந்து தூங்கலாமே. വേണ്ട ചേരു, ഞാൻ ഇന്ന് അവരുടെ കൂടെ. നമുക്ക് നാളെ കാണാം. நாளை கண்டிப்பா வருவா. വരും. தலைவரே நீங்க எனக்கு கடவுள் மாதிரி தலைவரே. இன்னைக்கு நைட்டு நான் தனியா தானீங்க கடவுளே. വല്യമ്മേ, എന്താ മകനെ വഴിതെറ്റിയോ? ഇതുവഴി പിള്ളേർ വല്ലതും പോകുന്നുണ്ടോ? ആ ഇതിലൂടെ പോണത് കണ്ടു. കൃത്യമായി വഴി ചോദിക്കായിരുന്നു അബദ്ധായി. നീ വേഗം നടക്കാൻ നോക്ക്. ഓ ഞാനുണ്ട്. അതെ ഞങ്ങൾ ഷാപ്പിലേക്കല്ല കമ്പനി കൂടാൻ. ഓ ഡീസന്റ് ഡീസന്റ് ഡീസന്റ്. ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ലേ? ഇയാൾ എന്തിനാ ഞങ്ങളുടെ പുറകെ നടക്കുന്നത്? നിങ്ങൾ എന്തിനാ എന്റെ മുമ്പേ നടക്കുന്നത്? എന്നാ പിന്നെ ഞങ്ങൾ പുറകെ നടക്കാം. വേണ്ട വേണ്ട, കോംപ്രമൈസ്. ഞാൻ എന്ത് ഹെൽപ്പ് വേണേ? ദേ, ഒരു ഹെൽപ്പും വേണ്ട. ചേട്ടൻ കൂടുതൽ സഹായിക്കണ്ട. അയ്യേ, ദേ പോകുന്നു.
തന്നെ കിടന്നുറങ്ങായിരുന്നു. അത് തന്നെ. ഇതിപ്പോ എവിടേക്കാന്ന് വെച്ചാ രാത്രി എങ്ങനെയാ ബംഗ്ലാവിൽ അഡ്ജസ്റ്റ് ചെയ്ത് നാളെ രാവിലെ തന്നെ എസ്റ്റേറ്റിലേക്ക് പോവാം. ഈ വഴി പോയി നോക്കിയാലോ? വാ 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 വാ. വിനോദം ഒന്ന് പെട്ടെന്ന് നടക്ക്. കണ്ണു കാണണ്ടേ? ഇവിടെ അടുത്തെവിടെയാണെന്നല്ലേ അയാൾ പറഞ്ഞത്. നമുക്ക് കണ്ടുപിടിക്കാം. ഇതൊക്കെ അല്ലേ ഈ ട്രിപ്പിന്റെ ഒരു ത്രില്ല്. ത്രില്ല്. അയാൾ എവിടെ? ആ കള്ളുകൂടിനെ കാണുന്നില്ലല്ലോ. ശരിയാ, പോയിന്നാ തോന്നണേ. ഓ, ഒരു ശല്യം ഒഴിവായി. സമാധാനായി. ഞാനില്ല കേട്ടോ ഇനി ഒരു അടി നടക്കാൻ. അല്ല, ഇനി എത്ര ദൂരം വെച്ചാൽ നടപ്പ്? കാല് വേദനിച്ചിട്ട് വയ്യ. ഓരോരുത്തരുടെ വാക്കും കേട്ട് ഇറങ്ങി തിരിച്ചിട്ടിപ്പോ കാട്ടിനകത്തായി. അതെ, എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. ഞാൻ തന്നെ പോയി കണ്ടുപിടിച്ചോളാം. ഓ ചാക്കോ, അവനെ ഒറ്റയ്ക്ക് വിടല്ലേ, നീ കൂടെ ചെല്ലി പോ. വിനോദേ നിക്ക്, ഇവന്റെ ഒരു കാര്യം. എന്തൊരു സ്ഥലാ ഇത്. പണ്ട് മുത്തശ്ശി പറഞ്ഞ സ്ഥലം പോലെ ഉണ്ട്. അതിനിടയ്ക്ക് രഘുറാമെന്ന് പറഞ്ഞ വേറൊരു കുരിശും. അയാളുടെ ഒരു തട്ടലും മുട്ടലും. ഇപ്പൊ അയാളെ എന്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ ഒരൊറ്റ അടി ഞാൻ. ഇയാൾ ഇതുവരെ പോയില്ലേ? ഞാനിവിടെ പോവാൻ, നമ്മളൊക്കെ ഫ്രണ്ട്സ് അല്ലേ, വി ആർ ഓൾ മലയാളീസ്. ഇയാൾക്ക് എന്തോ ഒരു ചുറ്റിക്കളി ഉണ്ടല്ലേ ആ പൂച്ചക്കണ്ണനുമായിട്ട്. ഞാൻ വണ്ടിയിൽ ശ്രദ്ധിച്ചു. തനിക്ക് ശ്രദ്ധിക്കാൻ വേറെ ഒന്നും കിട്ടിയില്ല. കിട്ടിയല്ലോ, നീ ഒരു തന്റെ അടിയാണെന്നുള്ള കാര്യം ഞാൻ ശ്രദ്ധിച്ചു. അവിടെ ഒരു പാവാണെന്നുള്ള കാര്യം ഞാൻ ശ്രദ്ധിച്ചു. ഞാൻ അത്ര പാവൊന്നുമല്ല. അത്ര പാവലെന്നുള്ള കാര്യം ഞാൻ ശ്രദ്ധിച്ചു. അല്ല, നിങ്ങളെ ആരും പ്രേമിക്കാൻ പറ്റില്ല, നിന്നെ ആരും പ്രേമിക്കാൻ പറ്റില്ല. മോളെ, ഞാനൊരു ഉപദേശം തരട്ടെ. ഫ്രീ ആയിട്ട് പ്രേമിച്ചിട്ടില്ലെങ്കിൽ പ്രേമിക്കും. പ്രേമിക്കാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കരുത് മക്കളെ, പാഴാക്കരുത്. ചേട്ടാ, ഞങ്ങൾ അല്ലേലേ തളർന്നിരിക്കാം. കുറച്ച് ഡീസന്റ് ആയിക്കൂടെ? ഡീസന്റ് ആണല്ലേ? പ്ലീസ്. ഇനിയും ഡീസന്റ് ആണ്. അതെ, അങ്ങോട്ട് മാറി നിന്നിട്ട് ഡീസന്റ് ആയി മതി. മാറി നിന്നിട്ട് ഇത് എന്തൊരു മനുഷ്യനാ, ഒരു നാണമില്ല. കാടാണ്, രാത്രിയാ, ഒറ്റയ്ക്കാണ്, പെൺകുട്ടികളാണ്, പേടിയുണ്ടാവും. പക്ഷെ ഒച്ച വെച്ച് എന്നെ വിളിക്കരുത്, ഞാൻ വരില്ല. ഓക്കെ? വേണ്ട, വിളിക്കില്ല. വിളിക്കില്ല. വിനോദേ, വിനോദ്, പേടിച്ചു പോയല്ലേ? പിന്നെ പേടിക്കാതെ. വഴി തെറ്റി കിറങ്ങാണല്ലേ? വല്ല ആവശ്യമുണ്ടോ ഈ ചുറ്റിക്കളിക്കൊക്കെ? എന്തോന്ന് ചുറ്റിക്കളി? ഇയാൾക്ക് വേറെ ഒരു പണിയുമില്ലേ? ഒന്ന് പോയ ചേട്ടാ പ്ലീസ്. ചേട്ടൻ ആരാ ചേട്ടൻ? സർ പ്ലീസ്. അങ്ങനെ വഴിക്ക് വാമനെ. നേരെ പോയിട്ട് ഇടത്തോട് തിരിഞ്ഞിട്ട് വീണ്ടും ഇടത്തോട് തിരിഞ്ഞിട്ട് വീണ്ടും ഇടത്തോട്. മനസ്സിലായില്ലല്ലേ? നേരെ പോയാൽ ഇടത്ത് ഭാഗത്തിരിപ്പുണ്ടവർ. പോയാട്ടെ. താങ്ക് യു സർ. ഓ, അയ്യോ, എനിക്ക് പേടിയാവുന്നു മീനാക്ഷി. നമുക്ക് അവിടെ തന്നെ ഇരുന്നാ മതിയായിരുന്നു. പാമ്പിന്റെ ചീറ്റില് നീ കേട്ടതല്ലേ? അവിടെ മുഴുവൻ പാമ്പിന്റെ പുറ്റാ. പാമ്പല്ല, ചേമ്പാ. ഇവളൊരു പേടി. നീ ഒരുത്തി കാരണം ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഞാനോ? ഇതുകൊള്ളാം. ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ അറിഞ്ഞോ? ഇവരിതെവിടെ? പന്നിയോ? എവിടെ? വെടികൊണ്ട പന്നിയാ, സൂക്ഷിക്കണം കേട്ടോ. ഇയാളെന്താ കാടിളക്കാൻ ഇറങ്ങിയാണോ? ഇനി എന്ത് ഇളക്കാൻ? പന്നിളയ കാടളയെന്ന അർത്ഥം. അതുകൊണ്ട് വടി നല്ലതാ, കേട്ടിട്ടില്ലേ? പന്നിക്ക് കാലൻ വടി. വടി വടി. നീ ഇതെവിടെയായിരുന്നു? വെറുതെ രാത്രി മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്. ഈ കൊടുങ്കാട്ടിൽ വഴി മനസ്സിലാവുണ്ട്. നീ എവിടെ ആയിരുന്നു? വന്നേ വാ, പോവാം. അല്ല, ഞാനൊരു ചെറിയ സംശയം ചോദിച്ചത്. നിങ്ങൾ നടക്കുകയാണോ അതോ ഇഴയുകയാണോ? ആ പെൺകുട്ടികൾ അവിടെ കാത്തിരിക്കുക, ഞാൻ കൊണ്ടുവിടണം. എന്റെ പൊന്നു ചേട്ടാ, ഇനിയും വന്ന് ഞങ്ങളെ വഴിതെറ്റിക്കലേ പ്ലീസ്. അയ്യോ, ഞാൻ ഇതുവരെ ആരെയും വഴിതെറ്റിച്ചിട്ടില്ല. വി ആർ മലയാളീസ്. ഞാൻ അങ്ങനെ ചെയ്യുവോ?